ഒന്നുമില്ലേ എന്റെ മണ്ഡലമായി പോയില്ലേ കൊച്ചവസപ്പിച്ച ഇനി എനിക്ക് മാനക്കൻ ഉണ്ടാക്കി വെക്കരുത്. മാനം തേവക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ട MLA അല്ലേ താൻ അതേ പറയൂ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പന്നൻ ഉണ്ടാക്കി വെച്ചത്. ആദ്യം ആ കാശെടുത്ത് വെച്ചിട്ട് മാപ്പ് പറയണം, അല്ലെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 1.5 കോടി എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ തേവക്കാട്ടുകാര്, പകരം എന്റെ ഇച്ഛ എന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചറിയോ ഈ പന്ന. മിസ്റ്റർ കുട്ടപ്പായി, പ്ലീസ് കാം ഡൗൺ. അതെ, ക്ഷമിച്ചത് കൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന അപ്പനും ഇച്ചായന്മാരും തറഞ്ഞില്ലായിരുന്നെങ്കിൽ തല്ലി ഒടിച്ചു ദൂരെ എറിഞ്ഞന്. ഇവന്റെ ഒരു കയ്യും കാലും ഈ കുട്ടപ്പായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അപ്പനെ ഇച്ചായമാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കത്തിക്കോടാ. കത്തിക്കോടാ നീ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അതേടാ, ഇനി പ്രയോഗം വാക്കുകൾ കൊണ്ടല്ല, നീയൊക്കെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കളക്ടർ സാറേ. രണ്ടിലൊരു കൂട്ടർ തീരാതെ ഈ പ്രശ്നോട്ട് തീരാനും പോകുന്നില്ല. എങ്കിൽ അതാ നല്ലത്. അങ്ങ് വിളിച്ചത് കൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടം വരെ വന്നത്. എന്നോ നടന്നൊരു പഴങ്കഥയുടെ പേരിൽ പലതും ഞങ്ങൾ ക്ഷമിച്ചു. എന്റെ മോന്റെ കാലൊന്ന് പോയിട്ട് പോലും ഇപ്പോഴും ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഇവരിനി ഒരു തെറി മനസ്സിൽ നുള്ളിയിട്ടാൽ ഈ തേവക്കാട്ട് അവറാച്ചന്റെ മറ്റൊരു മുഖം കൂടി ഇവർക്ക് കാണേണ്ടി വരും.